Ladies and gentlemen, welcome to your favorite tech news, Chaya with Tech with. Call me Shazam. Yes, കുറേ നാളായി ഞാൻ വന്നിട്ടെന്ന് എനിക്കറിയാം. എന്താ ചെയ്യുക, ഒരു മോട്ടിവേഷൻ ഇല്ല ചെയ്യാനായിട്ട്. ന്യൂസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ കാണാൻ കിട്ടിയില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലാതെ എനിക്ക് വന്ന് ചെയ്യാതിരിക്കണതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ലൈറ്റ് കുടിക്കട്ടെ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം പോയി മിസ്റ്റർ ഹൂസ് ദ ബോസ്. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, AI+ എന്ന് പറഞ്ഞ സാധനത്തിന് എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. ആ അലക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഫോണുകൾ ഉണ്ടാവണമെന്നൊന്ന് മനസ്സിലാവും. നല്ല വീഡിയോ ആണ്, കിടിലം വീഡിയോ. അങ്ങേർക്ക് അത് തന്നെ വേണം. പിന്നെ നിങ്ങൾക്കറിയാം, ഈ ചാനലിൽ AI+ൻ്റെ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ബിക്കോസ് നമ്മൾ വളരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് കാണിക്കാറുള്ളൂ. ചവറാണെങ്കിൽ അങ്ങോട്ട് ഈ ഒരു സാധനത്തിലോട്ടത് വരില്ല. അതാണ് എൻ്റെ ചാനലിൻ്റെ ഒരു പ്രത്യേകത. അപ്പം AI+ൻ്റെ കേസിലൊരു തീരുമാനം ഇനി എനിക്ക് തോന്നുന്നു യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരാൾ പോലും ആ ഫോൺ മേടിക്കുമെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, നമ്മൾ അവിടെ മേഡ് ഇൻ ഇന്ത്യ എന്നും മേക്ക് ഇൻ ഇന്ത്യ എന്നൊന്നും നടക്കൂല. വി ആർ അസംബ്ലിങ് തിങ്സ് ഇൻ ഇന്ത്യ. നമുക്ക് ബാറ്ററി പലയിടത്തുനിന്നും വരും, ചിപ്പ് വേറൊരിടത്തുനിന്ന് വരും, മറ്റേ ഡിസ്പ്ലേ വേറൊരിടത്തുനിന്ന് വരും. ഇതൊക്കെ നമ്മൾ അസംബിൾ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളവിടെ അത്യാവശ്യം ബാറ്ററിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ ബാറ്ററിയുടെയൊക്കെ പരിപാടി ഇന്ത്യയിലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊന്നും അല്ലാതെ നമ്മളിവിടെ ചിപ്സെറ്റ് ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. നമുക്കൊരു സോഫ്റ്റ്വെയർ ഫ്രം ദ സ്ക്രാച്ച് ഒന്നും, അതിനായിട്ടുള്ള R&Dയോ അതിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ അതിനായിട്ടുള്ള സാധനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. സോ അതൊരു റിയാലിറ്റിയാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മളിൽ കുറച്ച് ന്യൂസ് ഉണ്ട്. ആ ന്യൂസും പറഞ്ഞ് ഞാൻ എൻ്റെ പൊടിയും തട്ടി പോവുകയാണ്. ഒരു വലിയൊരു സാധനമുണ്ട്. അതിനായി നമ്മുടെ പോക്കോ Find X8 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് മസ്റ്റായിട്ടും കാണണം കേട്ടോ. ഞാൻ ഭയാനകമായിട്ട് ഇമോഷണലിനെ കരഞ്ഞെന്നല്ല, ഒന്ന് പൊട്ടിത്തെറിച്ചൊരു വീഡിയോ ആണ്. ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. പക്ഷേ ഞാൻ വളരെ ലൈറ്റായിട്ട് അങ്ങ് തൊട്ട് വിടത്തുള്ളൂ. ബിക്കോസ് അതിൽ വളരെ ഇൻഡെപ്റ്റായിട്ട് ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, ഈ ഫോണുകളുടെ വില കൂടുന്നതേ. നമുക്ക് എന്തിനാണെങ്കിലും ഫസ്റ്റ് ന്യൂസിലോട്ട് ചാടി കിടക്കാൻ പറ്റി. ആദ്യം തന്നെ ഓപ്പോ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഓപ്പോ Find X10 സീരീസിലും ഓണറിൻ്റെ Magic 9 Pro സീരീസിലും 100 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസേഴ്സ് വരുന്നു എന്നൊരു സംഭവം കേട്ടു. ഈ ഫ്രണ്ട് ക്യാമറയിൽ 100 മെഗാ പിക്സൽ എന്തിനാണെന്ന് എനിക്കും ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടികിട്ടണില്ല. ശരിയാണ്, സെൽഫിയൊക്കെ സെറ്റപ്പ് ആക്കണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 100 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വേണോ? എന്തിനി? അതിൻ്റെ ആവശ്യം എന്തായിരിക്കും? മറ്റേ സ്ക്വയർ ഷേപ്ഡ് സെൻസറാണ് മറ്റേ ആപ്പിളിൽ വെച്ചേക്കുന്ന സെയിം ടെക്നോളജി. ആപ്പിളിൽ 24 മെഗാ പിക്സലോ എന്തോ ആണ്, ഇത് 100 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ. അതേപോലെ നമ്മുടെ സാംസങ്ങിൻ്റെ Z Flip 8 തുറക്കണേ ഫോൺ ഉടനെ വരും. റൂമേഴ്സൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Find N6 ഇല്ലേ, ഓപ്പോയിൽ ഈ വർഷം ഇറങ്ങിയില്ലേ, തുറക്കണേ അതിൽ മറ്റേ ക്രീസ് ഇല്ല. അതേ ടെക്നോളജിയോ അതേപോലെ ക്രീസില്ലാത്ത പരിപാടിയൊക്കെ വെച്ചിട്ടാണ് Flip 8 വരാൻ പോകണമെന്നാണ് കേൾക്കണത്. കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ബിക്കോസ് ഓൾറെഡി തന്നെ നാറി. മറ്റേമാതിരി ക്രീസില്ലാത്ത ഫോൺ മറ്റേ ഫോൾഡബിൾ ഇറക്കിയപ്പോൾ തന്നെ സാംസങ്ങിന് ഇടിവായി. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സാംസങ്ങിന് കൊള്ളാം, ഇവിടെ നിന്ന് പോവാം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതേപോലെ അങ്ങ് ചൈനയിൽ വിവോയുടെ S60 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. സ്പെക്ക് ഈ കാണുന്നതൊക്കെയാണ്. ഒരു അടുത്ത വർഷം മിക്കവാറും നമുക്ക് വിവോ V80 എന്ന് പറയുന്ന സാധനം ഇതായിരിക്കും. ഫോട്ടോയും സ്പെക്കൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു 3x പെരിസ്കോപ്പും മറ്റേതൊക്കെ ഒരു നോർമൽ സാധനം. ഒരു വലിയ ബാറ്ററി, 7000 mAh എന്തൊരു ബാറ്ററി, ഇതാണ് സ്പെക്ക്. അതന്നെ ഒരു സാധനം ഇറങ്ങി, ചൈനയിൽ ഇറങ്ങി ഉടനെ. അതേപോലെ സാംസങ്ങിൻ്റെ HBM4E എന്ന് പറയുന്നൊരു മെമ്മറി പരിപാടി അവർ ഇറക്കാൻ പോവുകയാണ്. ഇത് മെയിൻലി AI ഈ ചിപ്പും മറ്റേ സെർവറൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചും കൂടെ പവർ എഫിഷ്യൻ്റാണ്, കുറച്ചും കൂടെ ഹീറ്റ് സോൾവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാരെ HBM4M എന്ന് പറയുന്നതിൻ്റെ ഒരു അതാണ് ഈ എഫിഷ്യൻസി കൂട്ടിയിട്ടുള്ള ഒരു മെമ്മറി SSD പരിപാടിയാണ്. ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ വെക്കുന്ന പരിപാടിയല്ല കേട്ടോ. ഇത് മറ്റേ AI പരിപാടി, AIയുടെ മറ്റേ വലിയ കൊണാൻട്രിയിൽ വെക്കുന്ന സാധനമല്ല അത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇറങ്ങി സാംസങ്ങിൻ്റെ. അപ്പോൾ അത് അവന്മാർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് കൊടുത്തേക്കണമെന്ന് പറയണം. അതുപോലെ സാംസങ്ങിൻ്റെ വേറൊരു ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു ഫോൺ ഇറങ്ങിയ പുതിയൊരു കാർ ഇറങ്ങിയില്ലേ, ഫെറാറിയുടെ ഒരു കോണ ഡിസൈൻ. അത് കണ്ടു കാണും നിങ്ങളെല്ലാവരും. കൂതറ ഡിസൈൻ, പരമശോകം എന്ന് പറഞ്ഞാൽ
ഫെറാറിയൊക്കെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഫെറാറിയൊക്കെ ഒരു കാറൊക്കെ നമ്മൾ ഡിസൈനിൽ വിമർശിക്കുമെന്നൊക്കെ. എന്തിനാണെങ്കിൽ ലോകം മൊത്തമുള്ളവന്മാർ തളക്കി വിളിക്കണുണ്ട്. അപ്പം ആ കാറിൻ്റെ അകത്തിരിക്കണ മറ്റേ പരിപാടി എല്ലാം മറ്റേ നമ്മുടെ ആപ്പിളിൻ്റെ ജോൺ ഐവിയാണ് ഡിസൈൻ ചെയ്തേക്കണത്. മറ്റേ അതിൻ്റെ അകവും പുറവും ഒക്കെ ആപ്പിളിൻ്റെ പഴയ നമ്മുടെ ഐഫോൺ 10 ആപ്പിൾ വാച്ചൊക്കെ ഡിസൈൻ ചെയ്ത ആ അണ്ണൻ്റെ എനിക്ക് അകംഭാഗം ഇഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ആൾക്കാർ ഒരുപാട് പേര് വിമർശിച്ചാൽ പോലും എനിക്ക് അകത്തുള്ള പരിപാടി അത്യാവശ്യം നൈസായിട്ട് തോന്നി. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ ഇല്ലേ, അത് കൊടുക്കുന്നത് സാംസങ് ആണ്. അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഡിസ്പ്ലേയും എവിടെയൊക്കെ ഡിസ്പ്ലേ ഉണ്ട് എല്ലാം സാംസങ്ങിൻ്റെ OLED പാനലാണ്. അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. മോട്ടോറോളയുടെ എഡ്ജ് 70 Pro Plus എന്ന് പറഞ്ഞൊരു ഫോൺ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? 3x ടെലിഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട്, പെരിസ്കോപ്പ്. പണ്ട് ഈ Pro Plus ഇല്ലായിരുന്നു. ഈ ടെലിഫോട്ടോ ഇതൊക്കെ വരുന്നത് മോട്ടോറോള എഡ്ജ് 760 Proയിലായിരുന്നു. ഇപ്പോൾ അവന്മാർ പഠിച്ചുപോയി. ഈ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ഇത് മിക്കവാറും ഒരു 48,000 രൂപയ്ക്കായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഇവന്മാർ പ്ലേസ് ചെയ്യും. ബിക്കോസ് ഇവന്മാർ ഈ കഴിഞ്ഞ വർഷം എന്തോ ഇറങ്ങിയായിരുന്നല്ലേ, സിഗ്നേച്ചർ എന്നൊരു ഫോൺ ഇറങ്ങിയായിരുന്നു മോട്ടോറോളയിൽ. ഏകദേശം അന്ന് ഇറങ്ങിയ സമയത്ത് 55 ഇപ്പോൾ അതൊരു 65 നിൽക്കുകയാണ്. അപ്പോൾ 55ൻ്റെ പൈസ റേഞ്ച് അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്ത് രൂപ ഇത് 50,000 രൂപയായിരിക്കും. 50,000 55,000 രൂപ ആയാലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെയൊക്കെ കോമഡിയുടെ. എന്തിനാണ് ഇതിൻ്റെ അകത്ത് സ്പെഷ്യാലിറ്റി? ഡിമെൻസിറ്റി 8500 വരെ ചിപ്സെറ്റ്, LPDDR 5X RAM, 6500 mAh ബാറ്ററി, 50 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറ, 144 Hz റിഫ്രഷ് റേറ്റ്. ഇതൊക്കെയാണ് ഇത്. എന്നിട്ട് ഇതിന് ഈ പൈസ സവറോക്കി സിന്ദഗി. ഈ ഡിമെൻസിറ്റി 8500 ആണ് നമ്മുടെ മറ്റേ ഈ ഫോണിൽ മറ്റേ പോക്കോ X8 Pro എന്നാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇതിൽ 3 ക്യാമറ ഒക്കെ വരെയില്ലേ. അപ്പോൾ പിന്നെ പൈസ കൂട്ടണം. പിന്നെ മറ്റേ ഓറ റിംഗ് എന്ന് പറഞ്ഞ സാധനം, കൂറ റിംഗ് അല്ല, ഓറ റിംഗ്. ഇതൊക്കെ അമേരിക്കയിലുള്ള സാധനമാണ്. ചിലപ്പോൾ ഈ ദുബായിലൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും ഓറ റിംഗ്. ഭയങ്കര ബാറ്ററി ലൈഫൊക്കെയാണ്. ഒരു ഫുൾ ചാർജിലൊക്കെ ഒരുപാട് ദിവസമൊക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ പതിപ്പ് വന്നിരിക്കണം, ഓറ റിങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്. ഓറ റിംഗ് 5 സ്ലിമ്മാണ്, സ്ലീക്കാണ്, കുറച്ചും കൂടെ ഫാസ്റ്റർ പ്രോസസ്സിങ്ങും പരിപാടിയൊക്കെ വെച്ചിട്ടാണ് തരുന്നത്. ഈ സ്ലിമ്മും സ്ലീക്കും ആകുമ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കേസ് എന്തരായിരിക്കും എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. എന്തിനാണെങ്കിലും മേടിക്കുന്നവർക്ക് മേടിക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു അൾട്രാ ഹ്യൂമൻ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൂറ മേടിക്കൂല. മേടിക്കാനുള്ളവർക്ക് മേടിച്ചോളി. ഭയങ്കര തുടക്കം സ്റ്റാർട്ടിങ് 399 യൂറോയോ അങ്ങനെ എന്തൊരുമാണ് അവർ കാണിച്ചിരിക്കുന്നത്. കളറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് പ്രൈസ് മാറണത്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേരാം. അതേപോലെ ഒരു മുട്ടൻ കോമഡി. എല്ലാവരും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീം ഡെക്കിനൊരു കൗതുകം. സ്റ്റീം ഡെക്കും വിചാരിച്ച് അവർ 3-4 വർഷം ഇറക്കിയ സാധനത്തിന് വില കൂട്ടാമെന്ന്. അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് വില കൂട്ടിയിട്ടുണ്ട്. OLED പാനൽ വെച്ച് വരുന്ന 1 TB സ്റ്റോറേജ് വെച്ച് വരുന്ന ആ സാധനത്തിന് ഏകദേശം $1000. സ്റ്റീം ഡെക്ക് അവിടെ ഇരിക്കണവന്മാർ എന്ത് വലിച്ചു കയറ്റിയിട്ടാണ് ഈ ഒരു പ്രൈസ് ഇട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് 2 TB വരുന്ന PS5 Proയിന് നിൻ്റെ ഈ പറഞ്ഞ ഈ വിലയുള്ളൂ. അപ്പോഴാണ് നിൻ്റെയൊക്കെ സ്റ്റീം ഡെക്ക് ഈ OLED സ്റ്റീം ഡെക്ക് 3 വർഷം ഇറങ്ങിയതിന് $1000 ഈ വില കൂട്ടി വെച്ചേക്കണത്. നിനക്കൊക്കെ എന്താടാ കടിയാടാ? നിനക്കൊക്കെ അവിടെ ഇരുന്നിട്ട് കടിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, കമ്പനി പൂട്ടിയിട്ട് വേറെ വല്ല പണിക്കുമ്പോൾ. നിങ്ങൾക്കൊക്കെ റാമും SSD ഒന്നും കിട്ടണില്ല, പൈസ കൂടുതലാണെങ്കിൽ നിർത്ത്. കമ്പനിയൊക്കെ അടച്ച് പൂട്ടിക്കൂ, പൂട്ടി വീട്ടിയിരുന്നു. അതേപോലെ നമ്മുടെ OnePlus 16 ഒരു ചെറിയ റൂമർ വന്നിട്ടുണ്ട്. 185 Hz റിഫ്രഷ് റേറ്റും വലിയ ബാറ്ററിയും പിന്നെ 200 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ആയിരിക്കും ഈ വർഷത്തെ ഫോണിൽ വരാൻ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം അവസാനം ഇറങ്ങാൻ പോണ OnePlus 16 നിന്നാണ് ആൾക്കാർ റൂമർ അടിക്കുന്നത്. ഇതൊക്കെ റൂമറാണ്. അപ്പോൾ മറ്റേ ഉപ്പിടുത് വായിലിട്ടിട്ട് കേട്ടോ വേണം അത് തന്നെ. അതേപോലെ വിവോ വരെ തലയിൽ മറ്റേ ഇങ്ങനെ വെക്കണ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കണ ഹെഡ്സെറ്റ്, ഓവർ ദ ഹെഡ്, ആ സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം 40 mm ഡ്രൈവർ, ANC-യും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ അങ്ങനെയൊക്കെ പറയണം. വിവോ വരെ ഫോണുകളുമായിട്ട് കുറച്ചും കൂടെയൊക്കെ കോമ്പാറ്റബിളും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. ചൈനയിലെ കേട്ടോ, ഇവിടെയൊക്കെ ഇറങ്ങുമെന്ന് എനിക്ക് അറിയണം. ഇറക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചൈനയിൽ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ദുബൈയിലും അതേപോലെ ഈ പറയണ ഈ ഇന്ത്യയിൽ Xiaomi 17T മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഡിമെൻസിറ്റി 8500 ഒരു ചിപ്സെറ്റ്, 5X ടെലിഫോട്ടോ, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 50 മെഗാ പിക്സലിൻ്റെ വൈഡ്, ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയേണ്ട ഒരു അത്യാവശ്യം നല്ല ഫോണാണ്. എൻ്റെ Xiaomi 17T Proൻ്റെ വീഡിയോ നിങ്ങൾ ഈ ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. അതിൽ ഡിമെൻസിറ്റി 9500 ഒരു ചിപ്സെറ്റാണ്. ഇതിൽ ചിപ്സെറ്റ് കുറയും നമ്മുടെ നാട്ടിൽ വരുന്ന 17Tന്.
എല്ലാവരും പറയുന്നത് 65,000 രൂപ ആയിരിക്കും എന്നാണ്. ആണെങ്കിൽ കൊള്ളാം. എന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ് പോക്കോ X8 പ്രോയിൻ്റെ സെയിം ചിപ്സെറ്റാണ് ഈ പറയുന്ന 8500. ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. എന്തായാലും 65,000 രൂപ ആയിരിക്കും. ഇത് ജൂൺ 4 ഇന്ത്യയിൽ റിലീസ് ഉണ്ടെന്നാണ് കേട്ടത്. അതേപോലെ ജൂൺ 4 റെഡ്മിയുടെ ടെർബോ 5 എന്ന് പറയുന്ന അവരെ ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട്. ഈ റെഡ്മി ടെർബോ 5ൻ്റെ അകത്ത് ഈ സെയിം ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. അത് ഈ 17Tയിൽ ഇരിക്കുന്ന സെയിം ചിപ്സെറ്റ്. പക്ഷേ അതിൽ 150 മെഗാ പിക്സലിൻ്റെ ക്യാമറ. അതായത് പോക്കോ X8 പ്രോ ഇല്ലേ, അതേ സാധനത്തിന് റെഡ്മിയുടെ പേരിൽ ഇറക്കണം, അത്ര തന്നെ. ഇത് ജൂൺ 2 റിലീസ് എന്നാണ് ഞാൻ കേട്ടത്. മറ്റേത് ജൂൺ 4. എന്തിനാണെങ്കിലും കുറേ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങണ പ്രൈസിൽ മേടിച്ചാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ 3000, 4000 പെട്രോളിനെയും കാട്ടിലും വിലയാണ് ഒരു ഫോണിന് വില കൂട്ടുന്നത്. പെട്രോളിനൊക്കെ 5 പൈസയും 2 രൂപയൊക്കെ കൂട്ടുമ്പോൾ നാട്ടുകാർ ഇവിടെ കിടന്ന് പ്രാന്ത് വിളിക്കണം. നാട്ടുകാർ 1000, 5000, 10,000 കൂടിയിട്ട് പോലും ഒരു വാക്ക് മിണ്ടനില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടതാണ് വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, മെറ്റയിൽ സബ്സ്ക്രിപ്ഷൻ വരാൻ പോണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ കുറച്ച് കസ്റ്റമൈസേഷൻ സാധനങ്ങൾ കിട്ടും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ സ്റ്റോറി വ്യൂ ചെയ്യുന്നതെന്നും ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ടൊരാൾ അതിൽ വ്യൂ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനൊക്കെ പറ്റുന്നൊരു പരിപാടി. വാട്സാപ്പിലാണെങ്കിൽ കുറേ സ്റ്റിക്കർ പരിപാടി, കസ്റ്റമൈസിങ് സ്റ്റിക്കർ, മറ്റേത് വാൾപേപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സാധനം. ഫേസ്ബുക്കിലും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ. ഏകദേശം അമേരിക്കയിലൊക്കെ $3.99 സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്സാപ്പിൻ്റെ $2.99. ഇത് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട്. പതുക്കെ ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഇനി മിക്കവാറും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം എന്നുള്ളൊരു ഒരു ലോകത്തിലോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലാണ്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ, ആമസോണിൻ്റെ കാര്യം ഞാൻ പറയണില്ല, ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. iOS മറ്റേ ഈ മറ്റേ പറിച്ചുകൊണ്ട് ഓടുമ്പം മറ്റേ ഫോൺ ലോക്ക് ആവുന്ന പരിപാടിയുണ്ട്. അത് ആപ്പിൾ ഇല്ലായിരുന്നു, അത് ഉടനെ വരുമെന്നാണ് കേൾക്കണം വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. നമ്മുടെ ഗൂഗിളിലൊക്കെ ഈ സാധനമുണ്ട്, ആൻറ്റി തെഫ്റ്റ് മോഡ്. നമ്മളൊരു സാധനം പിടിച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ ഫോൺ അപ്പം തന്നെ അങ്ങ് സ്റ്റോപ്പ് ആവും. ഇത് UK ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇതാണ്. ബിക്കോസ് നമ്മളെ നാട്ടിൽ പോക്കറ്റ് അടിച്ചുകൊണ്ട്, അതായത് ഫോണ് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകാറില്ല, ഒരുത്തൻ്റെ ഒന്ന് എടുക്കാറേ ഉള്ളൂ. മനസ്സിലായോ? അത് ഗൂഗിളൊന്ന് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ചെയ്തുകൊണ്ടിരിക്കണതിനെ ഇങ്ങനെ പറിച്ചുകൊണ്ട് ഓടണേന്, ഒരുത്തൻ്റെ ഇങ്ങനെ പോക്കറ്റിൽ ഇരിക്കണതിനൊക്കെ ഇങ്ങനെ എടുക്കണേന് ഒരു മോഡ് വരണം കേട്ടോ. ഗജഗംഭീര 2 ഫോൺ റിയൽമി ഇറക്കാൻ പോവുകയാണ്. ഒരെണ്ണം ഇറക്കിയെന്നാണ് തോന്നുന്നത്, റിയൽമി 16T ഡിമെൻസിറ്റി 6300 വരെ ചിപ്സെറ്റ്, 30,000 രൂപയ്ക്ക്. ചൂട് ചായ എടുത്ത് ഞാൻ മോന്ത ഒഴിച്ചു തരും സത്യമായിട്ട്. എനിക്ക് ചിരിയാണ് വന്നത് കണ്ടിട്ട്. LCD ഡിസ്പ്ലേ. ഞാൻ ഒരുത്തൻ ട്വിറ്റർ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡ്രോബാക്സ്, നിങ്ങൾ വായിച്ചു നോക്കിയാണ്. UFS സ്റ്റോറേജ് 2.2. അവർ പറയാൻ പോണ റീസൺ എന്നറിയോ? ബ്രോ റാമിൻ്റെ വില, ഒരു റാമിന് $200. ബ്രോ SSDയുടെ വില കൂടി, ബ്രോ യുദ്ധം എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ അടച്ച് പൂട്ടി വീട്ടിൽ പോ, മനസ്സിലായ? വീട്ടിൽ ഇരി. എന്തിനാണ് ഈ ഫോണുകൾ ഇറക്കുന്നത്? ഇറക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അതേപോലെ റിയൽമി P4e എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം ബെറ്റർ ചിപ്സെറ്റ് അവന്മാർ കൊടുത്തിട്ടുണ്ട്. 20,000, 25,000 പ്രൈസ് റേഞ്ചിലാണ് വരാൻ പോണത്. ഡിമെൻസിറ്റി 7400 ഡിമെൻസിറ്റി. അതും LCD ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ 2026 LCD ഡിസ്പ്ലേ. ഞാൻ എന്തെന്ന് പറയാം ഇതിനെ? ഞാൻ 2 വർഷം മുന്നെയോ 5 വർഷം മുന്നേ ഉള്ള ചായ വിത്തൊക്കെയാണോ ഇടുന്നത്? LCD ഡിസ്പ്ലേ ഒക്കെ സ്പെസിഫിക്കേഷനിൽ പറയാൻ 2022 2023 ശേഷം ഞാനത് പറഞ്ഞിട്ടില്ല. LCD എന്ന് നിങ്ങൾ പറ, എന്തിനാണ് ഇതൊക്കെ? ശരി, ഹൈ പ്രഷർ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് CMF ഫോൺ 3 Pro മിക്കവാറും ജൂണിലല്ല ഓഗസ്റ്റിൽ വരാനാണ് സാധ്യത. അവർ ഈ മാസം എന്തൊരു ഇറക്കായിരുന്ന ഫോണായിരുന്നു CMFൻ്റെ ഫോൺ. പക്ഷേ നത്തിങ്ങിൻ്റെ എന്തോ വില കുറഞ്ഞൊരു ഫോണ് ഈ അടുത്ത മാസം എന്തിനൊക്കെ ഇറങ്ങുമെന്ന് ഒരു റൂമറും ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കാണാൻ എന്തിനാണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫിറ്റ്ബിറ്റ് എയർ എന്ന് പറഞ്ഞിട്ട് സാധനം ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ ഓൾറെഡി ലോഞ്ചായി, 26 ലോഞ്ചായി. $100 അതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ആ വൂപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം അല്ലേ, ആ കോപ്പിന് നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അത് സബ്സ്ക്രിപ്ഷൻ എടുന്ന് മാത്രം എനിക്ക് തോന്നുന്നു എത്ര $250, $300. അതായത് നമ്മുടെ ദുബായിലാണെങ്കിൽ 699 ദിർഹം, 1000 ദിർഹം ഒക്കെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ 20,000, 25,000 രൂപ എല്ലാ വർഷവും കൊടുക്കണം.
ആ സാധനം ആ സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കുന്തോല് വർക്കില്ല. അതായത് ബേസിക് ആയിട്ടുള്ള ഹാർട്ട് റേറ്റോ നമ്മുടെ മറ്റേ സ്റ്റെപ്സ് കൗണ്ടോ ഒരു സാധനം തരില്ല. പൈസ കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം വർഷങ്ങളതിന്. ഈ പറഞ്ഞ ഫിറ്റ് ബിറ്റ് ഇല്ലേ, ഗൂഗിളിൻ്റെ ഫിറ്റ് ബിറ്റ് എയറിൽ അതില്ല. $100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ HRV ഒക്കെ ചെയ്യും. പക്ഷേ അതിലൊരു $100 എല്ലാ മാസമാണെന്ന് തോന്നുന്നു. എല്ലാ മാസവും അല്ലെ വർഷത്തിൽ $100 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഫിറ്റ്ബിറ്റിൻ്റെ ആപ്പിലൊരു അപ്ഗ്രേഡഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള മറ്റേ സ്ലീപ്പ് ആപ്നിയ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ പൈസ കൊടുക്കണം. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്, സ്റ്റെപ്പ്, HPOT അതും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഗൂഗിളിൻ്റെ ഒരു ഹെൽത്ത് ആപ്പ് വഴി. സൂപ്പർ സാധനം. ഞാൻ പറഞ്ഞത് അത് നന്നായി ഈ സാധനം ഇറക്കിയത്. മറ്റവന്മാർക്ക് വേണം, അവന്മാർ ഭയങ്കര മറ്റേ കോട്ടയം കെട്ടോണ്ടിരിക്കുകയാണ്. മറ്റേ വിരാട് കോഹ്ലി ഇട്ടുകൊണ്ട് ഓടുന്നു, മറ്റേ റൊണാൾഡോ ഇട്ടുകൊണ്ട് ഓടുന്നു. റൊണാൾഡോ അതിൻ്റെ ഈ കമ്പനിയിലെ പാർട്ട്ണറാണ്. അതുകൊണ്ടാണ് റൊണാൾഡോ ഇട്ട് ഓടണത്. അല്ലാതെ റൊണാൾഡോയ്ക്ക് ബ്രാൻഡില്ല. കാശ് കൊടുത്താലേ അവൻ എന്തിനും ചെയ്യുള്ളൂ. വിരാട് കോഹ്ലിയുടെ കേസ് എനിക്ക് അറിയില്ല. റൊണാൾഡോ ഈ പറഞ്ഞ വൂപ്പിൻ്റെ പാർട്ട്ണറാണ്. അതൊക്കെ ഇട്ട് ഓടണമെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അത് വാങ്ങിക്കുന്നുണ്ട്. വർഷക്കണക്കിന് പൈസ കൊടുക്കണം. എന്നാലോചിക്കുകയാണ് തേങ്ങ പോലെ. അതിനെക്കാട്ടിലും ബെറ്ററാണ് നിങ്ങൾക്ക് അങ്ങനെ ഫിറ്റ്നസ്. ഞാൻ ഇത് ഭയങ്കര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, എന്നാൽ പോലും അത്യാവശ്യം നിങ്ങളെ കാര്യങ്ങൾ നടന്നു പോകും. അതേപോലെ ഓപ്പോ വരെ പുതിയ ഫോൺ അടുത്ത മാസം റിലീസുണ്ട്. ഓപ്പോ റെനോ 16 16 പ്രോയും. സ്പെസിഫിക്കേഷൻ ഇതാണ്. അത്യാവശ്യം നല്ല ചിപ്സെറ്റും. UFS സ്റ്റോറേജ് 4.1 അല്ല 3.1 ആണ്. അത്യാവശ്യം എന്നാലും കുഴപ്പമില്ല. 350 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ടെലിസ്കോപ്പ്, മറ്റേത് തന്നെ. പിന്നെ ഇവന്മാർ ചൈനയിൽ ഒരു സാധനം ഇറക്കണുണ്ട്, ഒരു ബബിൾ എന്ന് പറഞ്ഞിട്ട്, ഓപ്പോ ബബിൾ. അതെടുത്ത് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ഫ്രണ്ടിൽ ക്യാമറയെ കാണുന്ന സാധനം ബാക്കിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് സെൽഫിയൊക്കെ എടുക്കാൻ ആ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ബാക്കിൽ ഒട്ടിക്കണമെന്നില്ല, കൈ തന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആംഗിൾ നോക്കിയിട്ട് ബാക്ക് ക്യാമറ വെച്ച് സെൽഫി എടുക്കാനൊക്കെ ഉള്ളൊരു ടൂളാണ്. അത് ചൈനയിൽ ഇറങ്ങുന്നുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. പിന്നെ സാംസങ് S25 7 അൾട്രയുടെ ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല പിക്സലിൻ്റെ ഒരു ഡിസൈനിലോട്ടൊക്കെ മാറുമെന്നൊന്നും എനിക്ക് പിടിയില്ല. പക്ഷേ ഇനി ഡിസൈൻ മാറ്റാനൊന്നുമില്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചാലേ നടക്കൂ. അപ്പോൾ ഈ കാണുന്നതാണ് S27 അൾട്രയുടെ ഡിസൈൻ എന്നാണ് ചിലവർ പറയണത്. കണ്ടറിയാം. പിന്നെ ഈ ട്രംപിൻ്റെ ഫോൺ ഓർഡർ ചെയ്തവർക്കൊക്കെ ആ ഫോൺ കിട്ടി തുടങ്ങി കേട്ടോ. ദൈവത്തിന് അമേരിക്കയിലെന്നുള്ളൊരു നമ്മളെ ഈ വീഡിയോ കാണുന്നില്ല. നിങ്ങൾ വാങ്ങിച്ചോളി. പിന്നെ സാധനങ്ങളൊക്കെ വില കൂടി. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. OnePlus Nord 6 ഞാൻ 39,000 രൂപയ്ക്ക് മേടിച്ച സാധനം ഇപ്പം നിങ്ങൾ ജസ്റ്റ് കയറുന്ന ഫ്ലിപ്കാർട്ടിലോ സൈറ്റിലോ ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ 43,000 രൂപയായി. ഞാൻ 39 മേടിച്ചത് 43 രൂപ എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്രോളിൻ്റെ പൈസ ഇവിടെ 5 രൂപ കൂടുമ്പോൾ കിടന്ന് തള്ളക്കി വിളിക്കുകയും സ്ട്രൈക്കിന് പോകണവർ. ഫോണിൻ്റെ വില വെറും 3,000 രൂപ കൂടെയാണ്. പക്ഷെ നമ്മൾ ഇതിനെതിരെ ഒന്നും നമ്മൾ പറയൂല. നമുക്ക് EMI ഉണ്ടല്ലോ, അടച്ചടഞ്ഞങ്ങ് പോകും. EMI എടുക്കണമേ മാസങ്ങൾ കൂടുന്നതനുസരിച്ച് ഇൻട്രസ്റ്റും കൊടുക്കണം. ഒരു പരിധി വരെ ഉള്ളൂ, ഒരു 4 മാസമൊക്കെ ഉള്ളൂ അവർ ഇൻട്രസ്റ്റ് ഇല്ലാതെ തരണത്. അല്ലാതെ നിങ്ങൾ മാസം കൂട്ടണതനുസരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതും കൊടുത്ത് ഈ പ്രൈസ് ഹൈക്കും നമ്മളിനി സഹിക്കണം. ഞാൻ വേറൊരു വിറ്റ് പറഞ്ഞുതരാം. OnePlus 15R 45,999 അവർ ആദ്യം ഇറക്കിയത്. ഇപ്പോൾ ഒന്ന് വില കയറി നോക്കുക, 55,000 രൂപ. 10,000 രൂപ ചാടി. 10,000 രൂപ ചാടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്നെങ്കിൽ ഫോൺ ഇറക്കല്ലേ, നിങ്ങൾക്കിതൊരു വലിയ കഷ്ടകാലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇറക്കാതിരിക്കുക. മനുഷ്യരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെ ഗവൺമെൻറ് എന്താ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു പോംവഴി എന്താരും കൊണ്ടുവരാത്ത, ഇതിനെപ്പറ്റി ഒരു ലോക ചർച്ച പോലും വരാത്തത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൈയിരിക്കുന്ന അവർ റിലേ എന്നൊരു സാധനമല്ലേ മൊബൈൽ ഫോൺ. അതിനിങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? പൈസക്കാരന്മാർ മാത്രം മേടിച്ചാൽ മതിയാ നല്ല ഫോൺ. ഈ 30,000 താഴെ ഞാൻ ഈ പറഞ്ഞ LCDയും CCD ഒക്കെയാണ്. ആ റേഞ്ചിലാണ് നമ്മുടെ സകല മിഡിൽ ക്ലാസ് ആൾക്കാർ റിലേ ചെയ്യുന്നത്. 35K to 20K ആ പ്രൈസ് ഗ്രൂപ്പിൽ ചവർ ഫോണുകളാണ് ഇറക്കണം. നിങ്ങൾ മിണ്ടാതിരുന്ന് ഇവിടെ ലോകമുള്ള ഞാൻ അത് മറ്റേ വീഡിയോ പറഞ്ഞില്ല, മലയാളിയായ ഞാൻ ഇവിടെ വന്നിരുന്ന് കുരച്ചിട്ട് എന്തിരിക്കേ പറയാണ്ട. ഹിന്ദിക്കാരന്മാർ ഇംഗ്ലീഷുകാരന്മാരൊക്കെ വേറെ പലതും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്നാൽ ട്വിറ്ററിൽ അവന്മാരെ മറ്റേ MKBHD മിസ്റ്റർ റോസിനെയൊക്കെ ഇവിടെ ഈ പ്രൈസ് ഹൈക്കിനെ പറ്റി വല്ലതൊക്കെ എന്തെങ്കിലും ചെയ്യടേ. 10 പേരൊന്ന് സംസാരിച്ചെങ്കിലും തുടങ്ങട്ട്. നിങ്ങൾ പ്രൈസ് മാർജിൻ കാണിയിട്ട് കഴിഞ്ഞ മാസം ഇറങ്ങിയ ഫോണിൻ്റെ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് ഹൈക്ക് എന്ത് കൊള്ളയാണ് ഈ നടക്കണത്. ഞാൻ പറഞ്ഞാൽ കൂടി പോകും. പിന്നെ മറ്റേ ഗൂഗിൾ പിക്സലിൻ്റെ 11ാമത്തെ സാധനം പറഞ്ഞു, 11 Pro. അതിൽ ബാക്കിൽ ലൈറ്റ് കത്തണ പരിപാടിയൊക്കെ പറയണുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ചെറിയ ലോഗമാണ്. അതല്ല,
ഇത് മറ്റേ ആ ബാറുണ്ടല്ലോ ആ ഐലൻഡ് അത് മൊത്തം ലൈറ്റ് എത്തും എന്നൊക്കെ പറയണം. എന്തൊരു ഗൂഗിൾ ഗ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിൽ ഫോൺ ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ അതൊരു പരിപാടി. അതോടെ ഞാൻ ഈ ന്യൂസ് പറയണ നിർത്തിയാണ് കേട്ടോ. എന്തിനാണ് ഞാൻ ഇതാണ് ന്യൂസ് പറയാൻ തുടങ്ങിയ പ്രശ്നം കയറും. ഞാൻ പിന്നെ ഇരുന്ന് ചായ കുടിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഫോൺ വാങ്ങിക്കണം നിർത്തണം, അതേ ഉള്ളൂ. പോകാൻ വഴിയില്ല. എന്തിനാ ഇവിടെ എന്തിനാണ് ഈ നടക്കണത്? ഇവിടെ ഒരു മാസം കൊണ്ട് ഞാൻ 39 മേടിച്ച ഫോൺ 43 രൂപയ്ക്ക് വന്ന് നിൽക്കുകയാണ്. തമാശയുടെ. പിന്നെ ഞാൻ പറയേ 35,000 അവിടെ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ 128 GB ഫോൺ മേടിക്കണം. 128 GB 2026. ഇവൻ്റെയൊക്കെ മറ്റേ കോപ്പിലെ സോഫ്റ്റ്വെയറിനും മറ്റേ ക്യാഷിലും ഉണ്ട്, സിസ്റ്റം അപ്ഡേറ്റിനും വരുന്നുണ്ട് ഇത്രയും GB കണക്കിന്. അപ്പോഴാണ് 128 GB. നത്തിങ്ങിൻ്റെയൊക്കെ വില കാണണം. 32 ഇറങ്ങിയ നത്തിങ്ങൊക്കെ 39,000 രൂപയായി. 39,000 ഇറങ്ങിയ നത്തിങ് 4A Pro ഇപ്പോൾ വന്നിരിക്കുന്നത് 50,000 രൂപയില്ല, 49,000 രൂപയില്ല എന്തോന്നു. മേടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒന്നെങ്കിൽ SBIയുടെ കാർഡ്, ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് കാർഡ്, ICICയുടെ ആമസോൺ കാർഡ്, ഇതൊക്കെ എടുത്ത് കൈ വെച്ചിരുന്നാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാം. ഇതൊക്കെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ OnePlus Nord 5, പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോട്ടോറോള Edge 60 Pro, ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ? അതൊക്കെ ഇനി സ്റ്റോക്ക് തീർന്നാൽ അതൊന്നും ഇനി വരുത്തൂല. ഇവന്മാർ ഈ ഇറക്കി വെച്ചേക്കണ ചവർ നിങ്ങൾക്കൊക്കെ വിൽക്കണ്ടേ? അതിനുവേണ്ടി അവന്മാർ അതും ചെയ്യും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണൊന്നും എനിക്ക് കാണൂല. എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. എനിക്കൊന്നും പറയാലേ. ഞാൻ മറ്റേ വീഡിയോയിൽ പ്രാന്തനെ പോലെ എന്തൊക്കെയോ മറ്റേ അലച്ച് എൻ്റെ പ്രഷർ കയറി ഇരിക്കുകയാണ്. എടാ 1-2 രൂപയുടെ 2,000, 5,000, 10,000 രൂപയൊക്കെ ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടില്ലായിരുന്ന പോക്കോ Vivo X300 FE 89,000 രൂപയ്ക്ക് അവന്മാർ ഇറക്കിയത്. 89,000 രൂപയ്ക്ക്. കഴിഞ്ഞ വർഷത്തെ 200 FE 50,000 രൂപയ്ക്ക് ഇറക്കിയ സാധനത്തിന് അവന്മാർ ഒറ്റ അടിക്ക് ചാടിയത് അങ്ങോട്ടുണ്ടെന്ന്. എന്നിട്ട് അവന്മാർ നൈസായിട്ട് X300 അങ്ങ് മുക്കി. X300 കിട്ടാൻ പാടാ. X300 സെയിം പ്രൈസ് ആയിരുന്നു, 75,000 രൂപയായിരുന്നു. 75,000 രൂപയ്ക്ക് X300 ആണ് ഏറ്റവും ബെസ്റ്റ് ഫോൺ. എനിക്കൊന്നും പറയാനില്ലേ, വല്ലാത്ത അവസ്ഥ, ഭയാനകം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണെങ്കിലും അവസാനമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആ മറ്റേ വീഡിയോയിൽ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. പോക്കോ ഞാൻ ഭയങ്കര പ്രാന്തായിട്ടാണ് അതിൽ സംസാരിച്ചിരിക്കണം. ഭയങ്കര ഷോക്കാണ്. മറ്റേ ഇത് കണ്ടില്ലേ, സ്റ്റീം ഡെക്കിൻ്റെ ഒക്കെ വില നോക്കിയാണ് $1,000 സ്റ്റീം ഡെക്ക്. ദ ഹോൾ പോയിന്റ് ഓഫ് സ്റ്റീം ഡെക്ക് വാസ് ഇറ്റ് വാസ് ലോ പ്രൈസ് എഫക്റ്റീവ് ആൻഡ് ഇറ്റ് ഗിവ്സ് യു മൊബൈൽ ഹാൻഡ് ഹെൽഡ് ഗെയിമിങ്. തലയ്ക്കകത്ത് ഓടും. $1,000 സ്റ്റീം ഡെക്ക് മേടിക്കണവൻ്റെയൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് വയ്ക്കണം. അവൻ ആരായിരിക്കും അവനെയൊക്കെ? അതിനൊക്കെ പൂട്ട് പൂജിക്കണം അവനെയൊക്കെ. ആ വിൽക്കാൻ നിൽക്കണ ആ കമ്പനിയാണ്. അടച്ച് പൂട്ടി പോ, വീട്ടിൽ പോ. ഇങ്ങനെ തിന്നാതെ നിർത്ത്. നിനക്കൊന്ന് റാമും SSDയും ഉണ്ടാക്കാൻ പറ്റൂലെങ്കിൽ നിർത്തടേ. നീയൊക്കെ നിർത്ത്. മൊബൈൽ കമ്പനിയും ഈ ഗെയിമിങ് കമ്പനിയും മറ്റേ PC ബിൽഡ് ചെയ്യണം നിർത്തി അവിടെ ഇരിക്കും. മനുഷ്യനിങ്ങനെ തിന്നല്. അതാണ് എനിക്ക് പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.